നമ്മൾ ആക്ച്വലി റോമർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സാൽവേഷന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ ആണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് സാൽവേഷൻ. അപ്പോൾ ആ കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ നമ്മൾ ചിന്തിച്ചത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായാണ് 7-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഉള്ള രക്ഷ നമ്മൾ നേടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ കൂടെ മരിച്ചവർ ആയിരിക്കണം. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അങ്ങനെ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ച വ്യക്തി പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. For the person who has died with Christ has been freed from the power of sin എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആക്ച്വലി ചിന്തിക്കണം, ഈ പാപം എന്നുള്ളത് ഒരു യജമാനനാണ്. ക്രൂരനായ ഒരു യജമാനനാണ്. ഈ ക്രൂരനായ യജമാനൻ, അത് യജമാനന്റെ കൈകളിൽ ധാരാളമായിട്ടുള്ള അടിമകളുണ്ട്. പാപം ചെയ്യാൻ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന, പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഈ പാപം എന്നുള്ള യജമാനന്റെ അടിമകളാണ്. അങ്ങനെ ധാരാളമായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഈ യജമാനൻ ഭയങ്കര ക്രൂരനായ ഒരു മനുഷ്യനാണ്. വെരി ക്രൂയൽ മാസ്റ്ററാണ്. എന്നാൽ ഈ അടിമകളെ ഓരോ ദിവസവും ദിനംതോറും ഈ പാപം എന്നുള്ള യജമാനൻ അവരെ അടിക്കുന്നു, ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു, പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. ഇവന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട്, ഇവന്റെ പീഡനം കൊണ്ട് ഒരു ദിവസം ഒരു അടിമ മരിച്ചു. ഒരടിമ മരിക്കുന്നു. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? Now that dead slave is free from his master, അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉപദ്രവം ഏറ്റു ആ പാപമെല്ലുണ്ട് യജമാനനിൽ കൂടി മരിച്ച ആ അടിമ ഉണ്ടല്ലോ, അടിമ മരിച്ച ദിവസം മുതൽ തന്റെ യജമാനനിൽ നിന്ന് സമ്പൂർണമായിട്ട് സ്വതന്ത്രനാണ്. ഇനി ഒരു കണക്ഷൻ, ഇനി യാതൊരു ബന്ധവും ഈ യജമാനനോട് ഈ അടിമയ്ക്കില്ല എന്നുള്ളത് വാസ്തവമാണ്, യഥാർത്ഥമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. In the same way, we should think that the sin has a master, and this master made you lose your temper, tell lies, and influence you to commit all types of sins. ഈ യജമാനൻ നമ്മളെ ഓരോ ദിവസവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. എന്തിനു വേണ്ടിയാണ് പ്രോത്സാഹിപ്പിച്ചത്? പാപങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, കോപിക്കാൻ വേണ്ടിയാണ്, കള്ളം പറയാൻ വേണ്ടിയാണ്, ചെരിവ് കാണിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയെല്ലാം ഈ ദേഹം പറയുന്നത് ചെയ്യുന്ന അടിമകളായിട്ടാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ ഒരിക്കൽ മരിച്ചു. നമ്മൾ മരിച്ചത് കൊണ്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ യജമാനന്റെ കോണ്ടാക്ട് ഡിസ്കണക്ട് ആയിപ്പോയി. നമുക്ക് ഈ യജമാനന് യാതൊരു ബന്ധവും ഇല്ല. കാരണം ഞാൻ മരിച്ചു.
സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ ആ യജമാനന്റെ കണക്ഷൻ മരണത്തിൽ കൂടി ഒരു ഡിസ്കണക്ട് ആയതുകൊണ്ട്, സോ ഇനി മരിച്ച വ്യക്തിക്കും ഈ യജമാനനും തമ്മിൽ യാതൊരു ബന്ധവും കാണുകയില്ല എന്നാണ് പറയുന്നത്. Once you were a committed slave to this master called the sin. Now you die. So what happens? The sin cannot have rule over you anymore. അതാണ് because you are dead. So ഒരിക്കൽ നിങ്ങൾ ഈ പാപം എന്ന യജമാനന്റെ ഏറ്റവും പ്രിയപ്പെട്ട സമർപ്പിച്ച കമ്മിറ്റഡ് ഒരു അടിമയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള അടിമ സോ ഒരു സമയത്ത് മരിക്കുന്നത് കൊണ്ട്, സോ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചത് കൊണ്ട്, സോ നിങ്ങളായാലും എന്നെ ആയാലും ഇനി ആ യജമാനൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. സോ എനിക്കും നിങ്ങൾക്കും ആ യജമാനനോട് യാതൊരു ബന്ധവും ഇല്ല. സോ ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ മരിച്ചത് കൊണ്ട് ഈ യജമാനനോട് ഉണ്ടായിരുന്ന എല്ലാ കണക്ഷൻസ് എൻഡായി, അതും മരിച്ചു, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പാപം എന്ന യജമാനൻ നിങ്ങൾ മരിച്ചത് കൊണ്ട് ഇനി നിങ്ങളെ ഭരിക്കാൻ കഴിയില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കാരണം നിങ്ങൾ മരിച്ചവരാണ്. സോ മരിച്ച വ്യക്തിയെ ഈ ലോകത്തിന്റെ ഭരണാധികാരികൾക്ക് ഭരിക്കാനും നിയന്ത്രിക്കാനും കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ ദിസ് ഈസ് ദ വേ ഫോർ ഡെലിവറൻസ് ഓർ ഫ്രീഡം എന്നാണ്. ഇപ്പൊ മോചനത്തിലുള്ള വഴി ഇതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇപ്പൊ മോചനത്തിലുള്ള വഴി ഏതാണ്? മരണമാണ് വഴി. The cruel master sin did not die. അവൻ ഞാൻ മരിച്ചു, എന്നാൽ പാപം മരിച്ചോ? പാപം എന്നുള്ള യജമാനൻ മരിച്ചോ? ഇല്ല. Sin is still there as a master, but you are dead to sin. ഈ ക്രൂരനായ യജമാനൻ, അതായത് പാപം മരിച്ചില്ല, അതിപ്പോഴും ഈ ലോകത്തിലുണ്ട്, ജീവനോടെ ഇരിക്കുന്ന. പക്ഷേ ഞാനും നിങ്ങളും പാപത്തിന് മരിച്ചവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപം ഇപ്പോഴും യജമാനനായിട്ട് അത് തൻ്റെ പ്രവൃത്തി, തൻ്റെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ ശക്തി ഒന്നും കുറഞ്ഞിട്ടില്ല. സോ എന്നാൽ എൻ്റെ ഒരു കണക്ടിവിറ്റി ഡിസ്കണക്ടിവിറ്റി ആയി, അത് മരണത്തിൽ കൂടിയാണ്. So then what you need to do is you need to believe. So what is that belief? When Jesus died on the cross, you died with him. അതാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ അതായത് വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും നിങ്ങളും അവനോടൊപ്പം മരിച്ചുവെന്ന് ഞാനും നിങ്ങളും ഹൃദയത്തിൽ വിശ്വസിക്കണം. So when Jesus was buried, I was buried with him. When Jesus rose up from the dead, I rose up from the dead too. അതായത് യേശു ക്രിസ്തു അടക്കം ചെയ്തപ്പോൾ എന്നെയും അവനോടൊപ്പം അടക്കം ചെയ്ത്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും ഉയർത്തെഴുന്നേറ്റ്. ഇത് നമ്മൾ വിശ്വസിക്കണം. ഈ സത്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഈ വിശ്വാസം കൊണ്ടാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ മോചിതരാകുന്നത്. ഇത് എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് എൻ്റെ ജീവിതത്തിൽ റിയാലിറ്റി ആയി മാറാൻ നീ സഹായിക്കണമേ. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീരുവാൻ നീ സഹായിക്കണമേ. ഈ സത്യം എൻ്റെ ജീവിതത്തിൽ
യാഥാർത്ഥ്യമാക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം ഇത് ആൾറെഡി സംഭവിച്ചതാണ്. So you are completely delivered from the power of sin. എന്നാൽ അത് എൻ്റെ ജീവിതത്തിൽ അനുഭവമായില്ലെങ്കിൽ അതിൻ്റെ കാരണം അതിൽ ഞാൻ സംശയിക്കുന്നു. സോ ആ സത്യം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു റിയാലിറ്റി ആയിട്ട് മാറിയില്ല. അതിൻ്റെ കാരണം എൻ്റെ ഇഗ്നോറൻസ്, എൻ്റെ സംശയം, എൻ്റെ ഡൗട്ട്സ്. സോ എന്തൊക്കെയോ സ്പിരിച്വലി ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതുവരെ ഞാൻ അത് സ്വന്തമാക്കാൻ സാധിച്ചില്ല. സോ എന്നിൽ ചില ബലഹീനതകൾ ഉള്ളത് കൊണ്ടാണ് അത് എനിക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ വാസ്തവമാണ്. So that we need to check with the Lord, or in the presence of the Lord, that we need to check with the word of God. അപ്പോൾ അതിന്റെ ക്ലാരിഫിക്കേഷൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ രണ്ടാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് 6-ാം വചനത്തിൽ പറയുന്നത്, 6-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? വീണ്ടും നമ്മൾ പഠിച്ചതാണ്. 6-ാം വചനത്തിൽ പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം. സോ നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു, പാപം യജമാനനായിരുന്നു, പാപം ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ ക്രിസ്തു മരിച്ചപ്പോൾ നാം മരിച്ചു, ക്രിസ്തുവിനോട് കൂടെ നാം അടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ, സോ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, അതായത് അവനോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോസ്തലനായ പൗലോസ്, അവർ ഓൾഡ് മാൻ വാസ് ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ നമ്മുടെ ഓൾഡ് നേച്ചറിനെ കുറിച്ച്, പഴയ മനുഷ്യനെ കുറിച്ച്, അതായത് നമ്മുടെ ഓൾഡ് നേച്ചർ എന്ന് പറയുന്നത് ആദാമിൽ കൂടി നമുക്ക് ലഭിച്ച ഒരു നേച്ചറാണ്. സോ നമ്മൾ ആ നേച്ചർ, ആ മനുഷ്യനെ മരിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ന്യൂ നേച്ചർ ആണ്. ദാറ്റ് ഈസ് ദി നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. കാരണം ആഡം ഒന്നാമത്തെ മനുഷ്യനാണ്, സെക്കൻഡ് ആഡം ജീസസ് ക്രൈസ്റ്റ് ഒടുക്കത്തെ ആഡമാണ്. സോ ഒന്നാമത്തെ ആഡമിൽ നിന്ന് നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചതിൽ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി നമ്മൾ ക്രിസ്തുവിൽ മരിക്കുമ്പോൾ നമുക്കിനി കിട്ടുന്നത് ഒടുക്കത്തെ ആദാമിന്റെ നേച്ചറാണ്. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവിക്കുന്നത് നമ്മുടെ പഴയ നേച്ചറിനെ കുറിച്ചാണ്. So it is one of the truths which really not preached from the Christian pulpits. So ഇന്ന് പള്ളികളിൽ നമുക്ക് ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ട്, കൺവെൻഷൻസ് ഉണ്ട്, റിട്രീറ്റ്സ് ഉണ്ട്. ഈ റിട്രീറ്റുകളിൽ, പള്ളികളിൽ, പുൽപീറ്റുകളിൽ പ്രസംഗിക്കപ്പെടാത്ത സത്യങ്ങളിൽ ഒന്നാണ്. അനേക സത്യങ്ങളുണ്ട്, അതാരും അറിയിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള സത്യങ്ങളിൽ ഒരു സത്യമാണ് ഇത്. എന്താണ്? So we are crucified with Christ. ഇല്ലെങ്കിൽ our old man was crucified with Christ. So ആ സത്യം നമ്മൾ പഠിക്കണം. So this is the main reason why Christians are defeated by sin, because they have not been taught this wonderful truth. അതായത് ഈ വിശേഷമായിട്ടുള്ള, അത്ഭുതകരമായിട്ടുള്ള ഈ സത്യം പഠിക്കാത്തത് കൊണ്ട്, അനേകർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് മെജോറിറ്റി ക്രിസ്ത്യൻസ് പാപത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ടവരായി ജീവിക്കാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പള്ളി പോവുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ക്രിസ്മസ്, ഈസ്റ്റർ, ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കുക,
കുർബാന കൊള്ളുക എന്നുള്ളതല്ല. സോ അതിനപ്പുറമായിട്ട് ഒരു ജീവിതമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഡെത്ത് ഓഫ് അവർ ഓൾഡ് മാൻ ഓർ അവർ ഓൾഡ് സെൽഫ് വാസ് എ റിയൽ ആസ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഓൺ കാൽവറി എന്നാണ്. അതായത് നമ്മുടെ പഴയ മനുഷ്യന്റെ മരണം ഉണ്ടല്ലോ. സോ നമ്മുടെ പഴയ മനുഷ്യൻ എന്ന് നമുക്ക് പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ സെൽഫ്, സ്വയം, ഞാൻ എന്നുള്ളതുണ്ടല്ലോ. സോ അത് നമുക്ക് പറയാം. ഈ പഴയ മനുഷ്യന്റെ മരണം, ഇല്ലെങ്കിൽ ഈ സ്വയത്തിന്റെ മരണം സത്യമാണ്. സോ കാൽവറിയിൽ യേശു ക്രിസ്തുവിന്റെ മരണം എത്രമാത്രം സത്യമായിരുന്നു, അതുപോലെ എൻ്റെ പഴയ മനുഷ്യന്റെ അഥവാ എൻ്റെ സെൽഫിന്റെ, ഞാൻ എന്ന് പറയുന്നതിന്റെ, ആ സ്വയത്തിന്റെ മരണം അത്രമാത്രം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇറ്റ് ഈസ് റിയൽ. ഇത് റിയാലിറ്റിയാണ്, സത്യമാണ്. എന്നാൽ ഇത് സ്പിരിച്വൽ റിയാലിറ്റിയാണ്. സോ അതുകൊണ്ടാണ് പലർക്കും ഈ ഫിസിക്കൽ റിയാലിറ്റി, കണ്ണുകൊണ്ട് കാണുന്ന റിയാലിറ്റിയെ മാത്രം അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ അതിനപ്പുറമായിട്ട് സ്പിരിച്വൽ റിയാലിറ്റീസ് ഉണ്ട്. സോ ഇത് ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ഫിസിക്കൽ റിയാലിറ്റി എത്ര സത്യമായതോ അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ റിയാലിറ്റിയും സത്യമാണ്. അവ എൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട്. സോ എന്താണ് സംഭവിച്ചത്? ക്രൈസ്റ്റ് died on Calvary 2000 years ago. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് none of us were there. So he died on the cross. So how do you know that Christ died on the cross? കാരണം യേശു ക്രിസ്തു മരിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. സോ യേശു ക്രിസ്തു കൽവറിയിൽ ക്രൂശിൽ മരിച്ചത്. എന്നാൽ ഞാൻ അന്ന് ഉണ്ടായിരുന്നില്ല, നിങ്ങളും അന്ന് ഉണ്ടായിരുന്നില്ല, ഞാനും ജനിച്ചില്ലായിരുന്നു, നിങ്ങളും ജനിച്ചില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട്, സോ യേശു ക്രിസ്തു സത്യമായിട്ട് ക്രൂശിൽ മരിച്ചുവെന്ന് എനിക്കും നിങ്ങൾക്കും എങ്ങനെ അറിയാം? കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ അന്നില്ലായിരുന്നല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ സത്യത്തെ മനസ്സിലാക്കിയത്? ഞാൻ കാണാത്തത് കൊണ്ടോ ഞാൻ ഇല്ലാത്തത് കൊണ്ടോ യേശു ക്രിസ്തു മരിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? ഞാൻ കാണാത്തത് കൊണ്ടോ അന്ന് ഞാൻ ഇല്ലാത്തത് കൊണ്ടോ ഞാൻ ജനിക്കാത്തത് കൊണ്ട് സോ അത് കള്ളത്തനം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാൽ നമ്മൾ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു, സത്യമാണെന്ന് അറിയുന്നു. നമ്മൾ എങ്ങനെയാണ് ഇത് സത്യമാണെന്ന് അറിഞ്ഞത്? സോ യുവർ only proof is that the revelation of God, the revelation in his word or in the Bible. No other way we can know that. സോ അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്, എങ്ങനെയാണ് നമ്മൾ ഇതിൽ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു മരിച്ചുവെന്ന് അറിയാൻ നമുക്കുള്ള ഏകൈക മാർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ്. ദൈവം ഈ സത്യങ്ങളെ തൻ്റെ തിരുവചനങ്ങളിൽ കൂടിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തിരുവചനം എന്ന് പറയുമ്പോൾ ബൈബിളാണ്. സോ ഈ ഒരു മാർഗം അല്ലാതെ, ഈ ബൈബിൾ അല്ലാതെ, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ അല്ലാതെ നമുക്ക് മറ്റൊരു വിധത്തിലും ഈ സത്യത്തെ അറിയാൻ കഴിയില്ല. ഇപ്പോൾ ബൈബിളാണ് നിങ്ങളുടെ ഏകൈക തെളിവെന്ന് പറയുന്നത്. സോ ബൈബിൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്, ബൈബിൾ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടോ ഇല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചത് കൊണ്ടോ അല്ല ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുപോലെ തന്നെയാണ്. സോ ഹൗ ഡു യു നോ
വാട്ട് ഹി ഡൈഡ് ഫോർ. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? ഹൗ ഡു യു നോ ദാറ്റ് ഹി ഡൈഡ് ഫോർ യുവർ സിൻസ് ഓർ മൈ സിൻസ്? യേശു ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ അത് അറിഞ്ഞത്, അത് മനസ്സിലാക്കിയത്, അതിൽ വിശ്വസിച്ചത്? So how do you know that all your sins are taken away? So നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളുടെ മോചനം നമുക്ക് ക്രൂശിൽ ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു. പാപങ്ങളുടെ ക്ഷമ എനിക്ക് ലഭിച്ചു എന്ന് എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്? സോ നമ്മൾ അറിഞ്ഞത് only through the word of God. So only proof is the word of God. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ് നമ്മൾ ഇതെല്ലാം അറിഞ്ഞത്, നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ വിശ്വസിക്കുന്നത്, ഇത് സത്യമാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നത്. അല്ലാതെ നമ്മൾ കണ്ടത് കൊണ്ടാണ്, നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചത് കൊണ്ടാണ് അല്ല. സോ അതുപോലെ തന്നെയാണ് the same word of God says, when Christ was crucified, you were also crucified with him. അപ്പൊ അതേ ദൈവവചനമാണ്. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തത്? യേശു ക്രിസ്തു പാപങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് ലഭിച്ച ക്ഷമയെക്കുറിച്ച് എങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നോ, അതേ ബൈബിൾ, അതേ വചനമാണ് നമ്മളോട് പറയുന്നത്. എന്താണ്? സോ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഫസ്റ്റ് 2 നമ്മൾ വിശ്വസിച്ചു, എന്നാൽ ഈ മൂന്നാമത്തേത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഫസ്റ്റ് 2 നമ്മൾ വിശ്വസിച്ചപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ റിയാലിറ്റി ആയിട്ട് മാറിയോ മാറിയില്ലയോ? അത് ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ട്, ഒരു കോൺസെപ്റ്റ് ആയിട്ടാണോ നമ്മുടെ ജീവിതത്തിൽ അത് നിൽക്കുന്നത്? അല്ലല്ലോ, അത് ഒരു റിയാലിറ്റി അല്ലേ. അപ്പൊ ആ റിയാലിറ്റിയെ നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ റിയാലിറ്റിയെ അനുഭവിക്കാൻ നമുക്ക് സഹായിച്ചത് ഈ ദൈവത്തിന്റെ വചനമാണെങ്കിൽ, തീർച്ചയായിട്ടും മറ്റൊരു റിയാലിറ്റി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, when Christ was crucified, we were also crucified with him. When Christ died, we are also died with him. When Christ buried, we were also buried with him. അപ്പൊ ഇത് ദൈവത്തിന്റെ വചനമാണ് നമ്മൾ അറിയിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. അപ്പൊ ആ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എന്റെ ജീവിതത്തിൽ റിയാലിറ്റി ആയിട്ട് മാറും. സോ എന്നാൽ നമുക്കൊരു ചോദ്യം വരാം, how it is possible? സോ അതാണ്, എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? In God's mind, you were existed even before the foundation of the world. സോ വചനം എന്താണ് പറയുന്നത്? നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു, സത്യമാണ്. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ മനസ്സിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും, ഈ യേശു ക്രിസ്തു ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ്, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ദൈവത്തിന്റെ മനസ്സിൽ, മൈൻഡിൽ ഉണ്ടായിരുന്നു എന്നാണ് വചനം പറയുന്നത്. അതായത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വചനം വായിക്കുമ്പോൾ അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും എന്നാണ് പറയുന്നത്. ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുൻപാണ്. സോ അതായത്
ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് മുൻപാണ്. അവയെയും ആദാമിനെയും സൃഷ്ടിക്കുന്നതിന് മുൻപാണ് ദൈവം എന്നെയും നിങ്ങളെയും ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ജസ്റ്റ് ആസ് ഹി ചോസ് us in Christ before the foundation of the world so that we would be holy and blameless in his sight എന്നാണ് പറയുന്നത്. അപ്പൊ ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ഇപ്പൊ നമ്മൾ എവിടെയായിരുന്നു? അതാണ് the Bible says to us that God chose us in Christ Jesus before he created the worlds എന്നാണ്. ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ നമ്മെ ആൾറെഡി സെലക്ട് ചെയ്തു. അതാണ് ബൈബിൾ പറയുന്നത്. സോ കാരണം നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? God knows the end from the beginning. He knows the exact future. അപ്പൊ ദൈവം തുടക്കത്തിൽ തന്നെ അതിന്റെ അവസാനത്തെ അറിയുന്ന ദൈവമാണ്. സോ ദൈവത്തിന് കൃത്യമായി സോ ഭാവിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. സോ ദൈവത്തിന് അറിയാത്തത് ഒന്നുമില്ല. So we can understand that because we can't see the future, we don't know what is going on to happen tomorrow. So ഭാവിയെ കാണാൻ കഴിയാത്തവരാണ് നമ്മൾ. സോ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. കാരണം നമുക്ക് ഭാവിയെ മനസ്സിലാക്കാനുള്ള കഴിവില്ല, നമുക്ക് കഴിയത്തില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ലല്ലോ. സോ ദൈവം മനുഷ്യനല്ല. So, but God sees the future from way back eternity. He knows everything what is going to happen all the way through the 1,000 years of time. He knew you and he knew me. So, ഈ ദൈവത്തിനെ നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവമുണ്ടല്ലോ, ആദിയും അവസാനവും അറിയുന്ന ഒരു ദൈവമാണ്. സോ ആദിയും അവസാനവും ആയിരിക്കുന്ന ഒരു ദൈവമാണ്. He is the Alpha and he is the Omega, beginning and the end. നിത്യതയിൽ വസിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. സോ ആദിയിൽ തന്നെ അവസാനത്തെ കാണുന്നു. നമ്മുടെ ഫ്യൂച്ചർ തന്നെ ദൈവത്തിന് പാസ്റ്റ് ആണ്. കാരണം ഈ ലോകത്തിന്റെ അവസാന ദിവസം ആൾറെഡി ഈ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കണ്ട ദൈവമാണ്. സോ എന്റെ 10 years ഫ്യൂച്ചർ ദൈവത്തിന് പാസ്റ്റ് ടെൻസ് ആണ്. അതെല്ലാം ദൈവത്തിന്റെ ടൈം ടേബിളിൽ ആൾറെഡി എൻ്റെ ജീവിതം എല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ്. സോ അങ്ങനെയുള്ള ഒരു ദൈവമാണ്. 1000 വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെല്ലാം ദൈവത്തിന് അറിയാം. അവൻ നിങ്ങളെയും എന്നെയും നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ്. So he knew that we are going to respond to the gospel one day. So he picked us out. So ഒരു ദിവസം ഞാനും നിങ്ങളും സുവിശേഷം കേൾക്കും. സുവിശേഷം കേട്ടിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും, സുവിശേഷത്തിൽ വിശ്വസിക്കും എന്ന് ദൈവത്തിന് മുമ്പേ അറിയാമായിരുന്നു. സോ ആ ദൈവമാണ് എന്നെയും നിങ്ങളെയും ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത്. ആ ദൈവമാണ് യേശു ക്രിസ്തു മരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ക്രിസ്തുവിൽ ഇൻക്ലൂഡ് ചെയ്തത്. സോ യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ നമ്മയും മരണത്തിന്റെ അനുഭവത്തിലേക്ക് കടത്തിയത്. So he chose us according to his foreknowledge. And the Bible says he put us in Christ when Christ died on the cross. In that time, I didn't exist and you didn't exist. But in God's mind, we did exist. ഇപ്പൊ ദൈവം തന്റെ ഫോർനോളജ്, അതായത് മുൻകൂർ അറിവിന്റെ ഭാവി ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ
നമ്മെ തിരഞ്ഞെടുത്തു, തൻ്റെ മനസ്സിൽ ഇല്ലെങ്കിൽ തൻ്റെ മൈൻഡിൽ നമ്മെ സൃഷ്ടിച്ചു. സോ ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവം നമ്മെയും ക്രിസ്തുവിൽ ചേർത്തു. ഇതാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഞാൻ ആ സമയത്ത് ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു, നിങ്ങളും ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മനസ്സിൽ നമ്മളെല്ലാവരും ജനിച്ചവർ ആയിരുന്നു. സോ അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ക്രിസ്തുവിൽ ഞാൻ എങ്ങനെ മരിക്കാൻ പറ്റും? 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഈ ടൈം പീരിയഡ് എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളതാണ്, ദൈവത്തിനുള്ളതാണ്. So he put us with Christ on the cross, and we finished everything with this old person on the cross. ദൈവം നമ്മെ ക്രൂശിൽ ക്രിസ്തുവിനോട് ചേർത്ത് ക്രിസ്തുവിൽ ആക്കി. അങ്ങനെയാണ് നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിൽ ക്രിസ്തുവിനോട് തറച്ചതോടെ എല്ലാ കാര്യങ്ങളും തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് ക്രൂശിൽ യേശു ക്രിസ്തു പറയുന്നത് തീർന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് പറയുന്നത്. സോ യേശു ക്രിസ്തു എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. So you finished with your whole person on the cross. And when you accept this fact, you will experience the reality. So that is, you're being delivered from sin as much as certainly as you received forgiveness of your sins. അതായത് എന്റെയും നിങ്ങളുടെയും പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിൽ മരിച്ചു എന്നുള്ള വസ്തുത, സത്യം നിങ്ങൾ അംഗീകരിക്കുമ്പോഴാണ്, വിശ്വസിക്കുമ്പോൾ നമ്മൾ, അതായത് വിശ്വസിക്കുന്ന വ്യക്തി ഇതിന്റെ യാഥാർത്ഥ്യം അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആയിട്ട് മാറാൻ സാധിക്കുകയില്ല. അതായത് നമ്മൾ പാപമോചനം അല്ലെങ്കിൽ പാപക്ഷമ അനുഭവിച്ചതുപോലെ തന്നെ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. You received the forgiveness of sins when you believed that Christ took your sin on the cross, isn't it? ഇപ്പൊ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ക്രൂശിൽ വഹിച്ചുവെന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ചപ്പോൾ ആണല്ലോ ആ ഫസ്റ്റ് സ്റ്റെപ്പ് സാൽവേഷൻ നമ്മൾ അനുഭവിച്ചത്. അതായത് ഞാനും നിങ്ങളും ഇന്നുവരെ ചെയ്ത സകല പാപങ്ങളുടെ മോചനം, സകല പാപങ്ങൾക്കുള്ള രക്ഷ ഇല്ലെങ്കിൽ ക്ഷമ, അതായത് യേശു ക്രിസ്തുവിൽ കൂടി, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ലഭിച്ച ക്ഷമ, ശുദ്ധീകരണം ലഭിച്ചത്. അങ്ങനെയല്ലേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സാൽവേഷൻ അനുഭവിച്ചത്. സോ അതുപോലെ തന്നെയാണ് സെക്കൻഡ് സ്റ്റെപ്പ് സാൽവേഷൻ. ബിക്കോസ് എവറിത്തിങ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഫെയ്ത്ത്. So, but when we know this, that our whole man was crucified, and the body of sin done away with that. So, അതുപോലെ തന്നെയാണ് മറ്റേതെല്ലാം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് പ്രധാനം. സോ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കണം. സോ എന്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, അവൻ നീങ്ങിപ്പോയി എന്ന് നാം അറിയുമ്പോൾ നമ്മൾ ഇനി പാപത്തിന് അടിമകളായി ജീവിക്കാൻ പോകുന്നില്ല. പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത് വളരെ 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 പ്രധാനമാണ്. We should no longer be slaves to this sin because he who has died freed us from sin. അപ്പൊ ക്രൂശിൽ മരിച്ച വ്യക്തി നമ്മെ ഈ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്
മോചിച്ചിരിക്കുന്ന എന്നാണ് സുവിശേഷം പറയുന്നത്. എന്നാൽ നമ്മൾ 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ, റോമർ 8-9 വചനങ്ങൾ, അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ എന്നാണ് പറയുന്നത്. അതായത്, now if we have died with Christ, we believe that we will also live with him, because we know that Christ, having been raised from the dead, will never die again. Death no longer has power over him എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? So now death has no power on Jesus. He has conquered the death and came out of it. ഇപ്പോൾ മരണത്തിന് യേശുവിന്റെ മേൽ യാതൊരു കർത്തൃത്വവും അധികാരവും ഇല്ല. കാരണം യേശു മരണത്തെ ജയിച്ച ഒരു വ്യക്തിയാണ്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് death has no power over Jesus എന്നാണ് പറയുന്നത്. So in the same way, if we have died with Christ, we will live with him. സോ അതുപോലെ തന്നെയാണ് നമ്മൾ റിയൽ ആയിട്ട് യേശു ക്രിസ്തുവിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചവരെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അത് വളരെ നിശ്ചയം എന്നാണ് പറയുന്നത്. സോ എന്നാൽ ഐ ഹാവ് ടു ചൂസ് ദാറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ, സോ ആ ഭാഗമുണ്ടല്ലോ, ആ മരിക്കുന്ന ഭാഗം, അത് ഞാൻ തിരഞ്ഞെടുക്കണം. കാരണം ചിലർക്ക് മരിക്കാൻ ആഗ്രഹമില്ല. സോ അങ്ങനെയുള്ളവർക്ക് ഈ ലൈഫ്, ഈ പുതിയ സൃഷ്ടിയുടെ ആ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ, സ്വന്തമാക്കാൻ പറ്റത്തില്ല. സോ ഒടുക്കത്തെ ആദാമിന്റെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ മരിച്ചിരിക്കണം. അപ്പൊ മരണം കൂടാതെ ആ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ 10-ാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം, അതായത് അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തു, for the death that he died to sin once and for all, and the life that he lives to God എന്നാണ് വചനം പറയുന്നത്. അതായത് അവൻ മരിച്ചത് പാപസംബന്ധമായിട്ടാണ്, അവൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഒരു പ്രിൻസിപ്പലാണ്. പാപസംബന്ധമായി മരിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇത് വളരെ സത്യമായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു. എപ്പോഴാണ്? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ. യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിച്ചത്? ഇത് ക്രൂശിൽ മരിക്കുന്നത് മാത്രമല്ല. സോ യേശു ക്രിസ്തുവിന്റെ 33.5 വർഷത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇത് നമ്മളോട് കാണിക്കുന്നത്. സോ യേശു ക്രിസ്തു ഓരോ ദിവസവും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയാണ് ജീവിച്ചത്. എങ്ങനെയാണ്? പാപസംബന്ധമായി മരിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു. പാപസംബന്ധമായി മരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ഓരോ ദിവസവും ദൈവത്തിനു വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു.
അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. So Jesus Christ lived God all the time, from the time he was born and he grew up. He only lived for his father എന്നാണ് വചനം പറയുന്നത്. യേശു ക്രിസ്തു ജനിച്ചു വളർന്ന സമയം മുതൽ ദൈവത്തിനായി ജീവിച്ചു. അവൻ ജീവിച്ചത് തൻ്റെ പിതാവിന് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ പിതാവിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന യേശു ക്രിസ്തു ഓരോ ദിവസവും പാപസംബന്ധമായി മരിച്ചുകൊണ്ടിരുന്ന, ഉള്ളിൽ പാപസംബന്ധമായി മരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. So his relationship to sin in the world, he lived a dead life to sin. അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ പാപസംബന്ധമായി അവൻ മരിച്ച വ്യക്തിയായിരുന്നു. പാപസംബന്ധമായി മരിച്ച ഒരു ജീവിതമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ നയിച്ചത്. ലോകത്തിൽ പാപവുമായുള്ള യേശു ക്രിസ്തുവിന്റെ ഒരു ബന്ധം മരിച്ച അവസ്ഥയിലായിരുന്നു എന്നാണ് വചനം പറയുന്നത്. ക്രൂശിൽ പാപത്തിനു വേണ്ടി മരിച്ചത് മാത്രമല്ല, യേശു ക്രിസ്തു മനുഷ്യനായിട്ട് 33.5 വർഷം ജീവിക്കുമ്പോഴും അവൻ ഉള്ളിൽ പാപസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മരിച്ചവനായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഉദാഹരണത്തിന്, you go to a cemetery and look all the graves, and there were people whose bodies were lying and they are turned into dust. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സെമിത്തേറിയിലേക്ക് പോയാൽ അവിടെ ഒരുപാട് ശവക്കുഴികളെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്? അവിടെ മരിച്ച വ്യക്തികളാണ് അവിടെ കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് ഈ മരിച്ച വ്യക്തികൾ ആരായിരുന്നു? ഒരു കാലത്ത് അവരെല്ലാം ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. ഈ ലോകത്തോട് ബന്ധമുള്ള വ്യക്തികളായിരുന്നു. ഒരു കണക്ഷൻ ആയിരുന്നു. ഈ ലോകത്തിൽ അവർ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ കല്ലറയിൽ പൊടിയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർ കല്ലറയിൽ പൊടിയായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവർ ലോകത്തിൽ ആക്റ്റീവാണ്. ലോകത്തിൽ അവർക്ക് ഭൂലോകത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഇനി കണക്ഷൻസ് ഉണ്ടോ? ഇല്ല. അവരുടെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. കാരണം കട്ടായി അവർ മരിച്ചത് കൊണ്ടാണ്. But there were people living once and had real contact with the world. അവരെല്ലാവർക്കും ഒരിക്കൽ ലോകത്തിൽ ജീവിച്ചിരുന്നവർ ആയതുകൊണ്ട് ലോകവുമായി യഥാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം, നല്ല ഒരു കണക്ടിവിറ്റി അവർക്കുണ്ടായിരുന്നു. അവർ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ട്, ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ജീവിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ മരിച്ചവരാണ്. But now none of them have any contact with the world. ഇപ്പോൾ അവരിൽ ആർക്കും ലോക സംബന്ധമായിട്ട് യാതൊരു ബന്ധവും കണക്ഷനോ ആക്ടിവിറ്റീസ് ഇല്ല. Their contact with the world has broken the day they died. അവർ മരിച്ച ദിവസം തന്നെ ലോകവുമായുള്ള അവരുടെ ബന്ധം തകർന്നു എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ our death to sin is as real as the physical death. പാപത്തോടുള്ള നമ്മുടെ മരണം അതുപോലെ തന്നെ യാഥാർത്ഥമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.
So Jesus lived on the earth just like those who were in the cemetery in relation to sin, no contact with sin. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. യേശുക്രിസ്തു ജീവിച്ച സമയത്ത് ലോകത്തിൽ പാപമുണ്ടായിരുന്നു. ഇന്ന് പാപം എത്ര ശക്തിയോടെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ ശക്തിയോടെ യേശുക്രിസ്തു ജീവിക്കുന്ന സമയത്ത് ലോകത്തിൽ പാപം ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പാപവുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ഈ സെമിറ്ററിയിൽ പൊടിയിൽ ഉണ്ടായിരിക്കുന്നവരെ പോലെയാണ് യേശു പാപവുമായുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ ജീവിച്ചത്. Jesus Christ died to the sin. His attitude was one of death inwardly. He lived in another realm, just like those people in the grave are in the other world. So യേശു ക്രിസ്തു ഉള്ളിന്റെ ഉള്ളിൽ, അതായത് ആന്തരികമായി, ഇൻവേർഡ്ലി, ഇൻസൈഡ് ഓഫ് ഹിസ് ലൈഫ്, പാപത്തിന് മരിച്ച വ്യക്തിയായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. പാപത്തോട് മരണത്തിന്റെ മനോഭാവമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെത്. സോ ശവക്കുഴിയിലുള്ള ആളുകൾ മറ്റൊരു ലോകത്തിൽ ആയിരുന്നത് പോലെയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപസംബന്ധമായി മറ്റൊരു ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തി പോലെ ഈ ലോകത്തിൽ ജീവിച്ചത്. യേശു ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. സെയിം കറപ്ഷൻ ഉണ്ട്, സെയിം ഇൻജസ്റ്റിസ് ഉണ്ട്. സോ പാപത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ജീസസ് ലിവ്ഡ് ഇൻവേർഡ്ലി ഇൻ അനദർ realm to God. അതായത് ശാരീരികമായി യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇൻവേർഡ്ലി, ആത്മീകമായിട്ടു അകമേ, ഉള്ളിന്റെ ഉള്ളിൽ യേശു ക്രിസ്തു ദൈവത്തിനു വേണ്ടി വേറെ ഒരു മണ്ഡലത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വേറെ ഒരു മണ്ഡലത്തിൽ ദൈവത്തിനായി യേശു ക്രിസ്തു ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപസംബന്ധമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മരിച്ച അവസ്ഥയിലായിരുന്നു യേശു ക്രിസ്തു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പാപസംബന്ധമായി മരണം, ദൈവസംബന്ധമായ ജീവൻ. ദൈവത്തിന് വേണ്ടി ജീവിച്ച് പാപത്തിന് വേണ്ടി മരിച്ച അവസ്ഥയിലായിരുന്നു. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തു മരിച്ചപ്പോൾ പാപസംബന്ധമായി നിങ്ങളും അവനോട് കൂടെ മരിച്ചു എന്ന് വിശ്വസിക്കണം എന്ന്. അതുപോലെ തന്നെയാണ് 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവർ എന്ന് ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്നാണ് പറയുന്നത്. കണ്ടോ, ആവണ്ണം തന്നെ. സോ ആവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്ന് ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും അതുപോലെ തന്നെ അങ്ങനെ തന്നെ എണ്ണുവീൻ എന്നാണ് പറയുന്നത്. ഈവൻ സോ കൺസിഡർ യുവർ സെൽവ്സ് ടു ബി ഡെഡ് ടു sin, but live to God in Christ Jesus എന്നാണ് പറയുന്നത്. അതായത് so exactly in the same way, just like Jesus lived, no contact with this world, no contact with sin, but alive very much unto God. അപ്പൊ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ഉള്ളിന്റെ ഉള്ളിൽ ആന്തരികമായി, സോ ലൗകികനായി, ലോകപ്രകാരമായി യാതൊരു ബന്ധവും ഇല്ലാതെ
പാപവുമായി യാതൊരു കണക്ഷനും ഇല്ലാതെ ജീവിച്ച ആ ജീവിതത്തെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളും അതുപോലെ തന്നെ ഈ ലോകത്തിൽ ജീവിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവിടെ പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അങ്ങനെ തന്നെ എണ്ണുവീൻ, കൺസിഡർ യുവർ സെൽവ്സ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ എണ്ണണം. എങ്ങനെ തന്നെ എണ്ണണം? ആവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന് യേശു ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് അങ്ങനെ തന്നെ എണ്ണുവീൻ എന്നാണ് പറയുന്നത്. So now I have been crucified and died with Christ. I also live unto God by reckoning myself dead to sin. അതായത് ഇപ്പോൾ ഞാൻ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. പാപത്തിന് മരിച്ചവനായി എന്നെ തന്നെ ഞാൻ എണ്ണുന്നു. പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചു എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ തന്നെ എന്നെ കുറിച്ച് ഞാൻ എണ്ണുന്നത്. എന്നാൽ മരിച്ച വ്യക്തി ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത്? ദൈവത്തിനായി ജീവിക്കുന്നു. അപ്പൊ മരണം മാത്രമല്ല, ജീവിതവുമുണ്ട്. പാപത്തിന് വേണ്ടി മരിക്കുന്ന വ്യക്തി ദൈവത്തിനായി ജീവിക്കുന്നു. പാപത്തിന് വേണ്ടി മരിക്കാത്ത വ്യക്തി എങ്ങനെയാണ് ദൈവത്തിനായി ജീവിക്കുന്നത്? അത് അസാധ്യമാണ്. ദാറ്റ് ഈസ് ഹിപ്പോക്രിറ്റിക്കൽ ലൈഫാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇഫ് യു വാണ്ട് ടു ലിവ് ഫോർ ഗാഡ്, യു ഹാവ് ടു ഡൈ ടു സിൻ. അവ മരിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് വചനം പറയുന്നത്. This is one of the wonderful things Christ did for us on the cross. United us with himself so that the sin's power over us might be broken through his death. ക്രൂശിൽ നമുക്ക് വേണ്ടി ക്രിസ്തു ചെയ്ത അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളിൽ അനേക കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇത്. എന്താണ് എന്ന് ചോദിച്ചാൽ, മരണത്തിലൂടെ, അതായത് യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമ്മുടെ മേലുള്ള പാപത്തിന്റെ ശക്തി ഉണ്ടല്ലോ, അത് സമ്പൂർണമായിട്ട് തകർത്തു നമ്മെ തന്നോട് ഒന്നാക്കി അവന്റെ മരണത്തിൽ പങ്കാളിയാക്കിയത് കൊണ്ട്, തൻ്റെ മരണത്തിൽ നമ്മെ പങ്കാളികൾ ആക്കിയത് കൊണ്ട് നമുക്കുണ്ടായ ലാഭം എന്താണെന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ ശക്തിയെ തകർച്ചയിൽ ആക്കി എന്നുള്ളതാണ്. ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പാപം എത്ര പവർഫുൾ എന്നുള്ളത്. ആ പാപത്തിൽ ജീവിക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള ഒരു പവർഫുൾ മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് എന്നെ യേശു ക്രിസ്തു വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, ആ സത്യം അറിയുന്നത്, ആ സത്യം അനുഭവിക്കുന്നത്, അതൊരു ബ്ലെസ്ഡ്നെസ് ആണ്. അതൊരു ബ്ലെസ്ഡ് ലൈഫിന്റെ ഒരു സൂചനയാണ്. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. The mastery of sin over the slave of sin, that's you and me, would be broken. പാപത്തിന്റെ അടിമകളായിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ ആധിപത്യം സമ്പൂർണമായിട്ട് യേശു ക്രിസ്തു ഇല്ലാതാക്കി അതിന്റെ ബലത്തെ, പാപത്തിന്റെ ശക്തിയെ തകർത്തു എന്നാണ് ഈ വചനം പറയുന്നത്. We were born with sinful nature. Jesus never had a sinful nature. Jesus was never a slave to sin. Sin never was his master. നമ്മൾ ജനിച്ച സമയം മുതൽ പാപികളായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. by birth we are sinners. നമ്മൾ പാപപ്രകൃതിയുള്ളവരാണ്. അത് നമുക്ക് ജനനത്തിൽ കൂടി ലഭിച്ചതാണ്. യേശുവിന് ഒരിക്കലും പാപപ്രകൃതി ഉണ്ടായിരുന്നില്ല. യേശു ഒരിക്കലും പാപത്തിന്റെ അടിമയായിരുന്നു. പാപം ഒരിക്കലും അവന്റെ യജമാനൻ ആയിരുന്നില്ല. കാരണം he was completely
dead to sin. സോ അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ കുഞ്ഞാടായി എൻ്റെ പാപവും നിങ്ങളുടെ പാപവും അവൻ വഹിച്ചു നമുക്ക് വേണ്ടി നമ്മൾ മരിക്കേണ്ടിയ സ്ഥലത്ത് അവൻ മരിച്ചു. അവൻ മരിക്കുമ്പോൾ അവന്റെ മരണത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്താൻ കാരണം അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിൽ കൂടി പുതിയ സൃഷ്ടികളായിട്ട് പാപത്തിന്റെ കൺട്രോളിൽ വരാതെ പാപത്തിന്റെ ശക്തിയെ അതിജീവിക്കുന്നവരായിട്ട് രണ്ടാം ഘട്ടത്തിന്റെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ ഈ ലോകത്തിൽ അനുഭവിക്കണം എന്നുള്ള ഉദ്ദേശമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെത്. സോ നെക്സ്റ്റ് വീക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.